കോൺഗ്രസ്സുകാർക്കുള്ള ഒരു പൊതു സ്വഭാവമാണ് ഏതെങ്കിലും ഒരു കസേര കിട്ടിയാൽ പിന്നെ അതിൽ നിന്നും മാറാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണമെന്നുള്ളൊരു നിലപാട് ഒരു ഭാഗത്ത്, മാറ്റണ്ട എന്നുള്ള ഒരു നിലപാട് മറുഭാഗത്ത്, ഇങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞിരിക്കുകയാണ്. സുധാകരനെ മാറ്റി വേറൊരാളെ അവിടെ കൊണ്ടുവരും. ആ ആളിനെ കൊണ്ടുവരുമ്പോഴും കോൺഗ്രസ്സിലെ അടി തുടർന്നുകൊണ്ടേയിരിക്കും. അയാളെ മാറ്റുന്നിടം വരെ ഒരു വിഭാഗം വീണ്ടും അതിനകത്ത് പോരായിട്ട് കഴിയും. പിന്നെ വേറൊരാളെ കൊണ്ടുവന്നാലോ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് അവർ ഗുണം പിടിക്കാതെ കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ കുഴപ്പം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവർ തന്നെ പിണറായി വിജയനും മൂന്നാമതും അവസരം ഒരുക്കി കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞു. ഇത് സുധാകരനെ മാറ്റേണ്ടത്, സുധാകരൻ എന്താ കുഴപ്പം? സുധാകരനെ കൊണ്ടുവന്നത് എന്തായിരുന്നു ബഹളം? വലിയ ആള് ആരവോ ഒക്കെ ആയിട്ടല്ലേ സുധാകരനെ കൊണ്ടുവന്നത്? സുധാകരനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ അവിടെ കഴിഞ്ഞോ? സുധാകരനെ എങ്ങനെ തകർക്കാമെന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് നീക്കം നടത്തിയത്. ഇവരിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് ഒന്ന് ആൻറ്റോ ആൻ്റണി, അല്ലെന്നുണ്ടെങ്കിൽ സണ്ണി ജോസഫ്. ഇതെന്താണ്? ഈ കോൺഗ്രസിലെ അനുഭാവത്തിൽ നിന്നിരുന്ന ക്രൈസ്തവ വിഭാഗം മുഴുവൻ BJPയോടെ ചായ്വ് കാണിക്കുന്നു, BJPയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻറ്റോ ആൻ്റണിയും സണ്ണി ജോസഫും. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറയുകയുണ്ടായി, ഫോട്ടോയിൽ കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ആരെങ്കിലും ആണോ ഇവര് എന്ന് ചോദിച്ചു. ശരിയാണ്, ഈ ആൻറ്റോ ആൻ്റണി എവിടെ അറിയും? പത്തനംതിട്ടയിലെ MP 2-3 തവണയായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണും. ആ ആൻറ്റോ ആൻ്റണിയുടെ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലാണ് CPM തോമസ് ഐസക്കിനെ ഇറക്കിയത്. പക്ഷെ മറുഭാഗം ചോദിക്കുമ്പോൾ കെ സുധാകരൻ വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി 2 തവണയും 8 നില കേരളത്തിൽ പൊട്ടുകയല്ലായിരുന്നോ ചെയ്തത്? അപ്പോൾ കെ സുധാകരന് എന്ത് ചെയ്യാൻ പറ്റി? ഇനി പുതു തലമുറകളൊക്കെ വരട്ടെ, ഈ കുറച്ച് മൂത്തപ്പന്മാരൊക്കെ മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. കടൽക്കിഴവന്മാരും മാറത്തില്ല, അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആയുസ് കുറയും തോറും ഇവർക്ക് ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. അതാണ് ഈ കടൽക്കിഴവന്മാരുടെ, ഈ കോൺഗ്രസിലെ കടൽക്കിഴവന്മാരുടെ ഒരു കുഴപ്പം. അങ്ങനെ ആർത്തി മൂത്താണ് ഒരാൾ പാർട്ടി വിട്ട് ഇപ്പോൾ CPMൻ്റെ കാരണഭൂതൻ്റെ ഒത്താശയിൽ ഡൽഹിയിൽ ഇരിക്കുന്നത് ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട്. പ്രൊഫസർ KV തോമസ്, ഇതുപോലെ പലരുമുണ്ട്. ഇനിയിപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് മറ്റൊന്നിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പലരുമുണ്ട്. അത് കോൺഗ്രസിന് വലിയ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അപ്പം ഇവർ ഇളക്കി പ്രതിഷ്ഠിക്കുന്നത് ഈ സമയത്താകരുത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. വയനാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അത് ഇവരൊരു പ്രസ്റ്റീജായിട്ട് കാണുന്നുണ്ട്. PV അൻവർ പിണറായിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് MLA സ്ഥാനം രാജിവെച്ചു ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് UDF സ്ഥാപിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിലമ്പൂർ മണ്ഡലം മാറ്റണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ സമയത്ത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് ഉചിതമാണോ? അതിന് പിന്നാലെ ഈ വർഷം 25-ൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ മാറ്റം, ഇവരെവിടൊക്കെ മാറ്റം അവസാന നിമിഷത്തിൽ വരുത്തിയിട്ടുണ്ടോ അതിൻ്റെ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബിൽ ഇതുപോലെ അവർ മാറ്റിയതാണ്. പക്ഷേ സാർ, തിരിച്ചു ചോദിച്ചാൽ ഇപ്പം LDFൻ്റെ സ്ഥാനത്താണ്, CPMലാണെങ്കിലും BJPയിലാണ് പുതിയ അധ്യക്ഷന്മാരും പുതിയ ഒരു അഴിച്ചുപണികളൊക്കെ അവരെപ്പോഴും പലപ്പോഴും നടത്താറുണ്ട്. BJPയിൽ പണ്ട് ഇതുപോലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് അവരെ കുറച്ചുകൂടി വിപുലീകരിക്കുകയല്ലേ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നൊരു വ്യക്തി എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്കൊരു മുന്നേറ്റം ഉണ്ടായത്? അപ്പോൾ അതിലൊരു മാറി ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അപ്പോൾ ഈ ഒരു കസേര മാറുമ്പോൾ ഞങ്ങൾ എന്നാൽ BJP പോകും, ഞങ്ങൾ എന്നാൽ CPM പോകുന്നുള്ള ഈ കോൺഗ്രസിന്റെ പേടി തന്നെയല്ലേ ഇവരെ വീണ്ടും വീണ്ടും തോക്കുന്നത്? പോകുന്നവർ പോകട്ടെ എന്നുള്ളൊരു നിലപാട് എടുത്തുകൊണ്ട് ഒരു അഴിച്ചുപണിയിലൂടെ, ഒരു നേതൃത്വത്തിലൂടെ, നമുക്കറിയാം LDFന്റെ ഒരു സ്ഥാനത്തിൽ പിണറായി വിജയനപ്പുറം മറുവാക്ക് ME ഗോവിന്ദനോ ഇപ്പൊ MA ബേബിക്കോ ഇല്ല. അപ്പൊ അത്തരത്തിൽ ഒരു കേന്ദ്രീകര ഒരു നേതൃത്വം വരുമ്പോഴല്ലേ കോൺഗ്രസ് കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുന്നത്. ഈ മറ്റു പാർട്ടിയിലെ അഴിച്ചുപണിയൽ പോലെ അല്ല കോൺഗ്രസ്സിലെ.
ഇപ്പം BJP-യിൽ സംസ്ഥാന അധ്യക്ഷൻ മാറി, പുതിയ ആൾ. അവിടെ മുറുമുറുപ്പും എതിർപ്പും എല്ലാം എവിടെ ഉണ്ട്? ആരെങ്കിലും പുറത്തേക്ക് പണ്ട് ഇത്തരത്തിൽ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ, BJP-യിലും മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ലല്ല, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. അതെ, ആ കാലം കോൺഗ്രസിലും കോൺഗ്രസ് അങ്ങനെ നന്നാകില്ല രഞ്ജിനി, അതറിയത്തില്ലയോ? അവരങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇനി 3ാം തവണയും പുറത്തു നിൽക്കാൻ പോകുന്നത്. പിണറായി വിജയന് ഹാട്രിക് അടിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്. അവരൊരിക്കലും, കാരണം ഇനിയിപ്പോൾ നോക്കിക്കോ, ഇത് പിന്നെ അവിടെ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ച് ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. അവരുടെ ആസൂത്രണമാണ് ഇതൊക്കെ. ഈ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ വേറെ ചില കുഴപ്പങ്ങളുണ്ടാകും. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. പ്രബലമായ ഒരു സ്ഥാനത്ത് ഈഴവ സമുദായത്തിൽ നിന്ന് ഇപ്പം ഈ KPCC അധ്യക്ഷ പദവി മാത്രമേ ഉള്ളൂ. അതും കൂടെ പോയി കഴിഞ്ഞാൽ ഈഴവരുടെ നല്ല പങ്കുണ്ട് വോട്ടിൽ, അതിലും ചോർച്ചയുണ്ടാകും. ഈ ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഒന്നുകിൽ സണ്ണി ജോസഫിനെ അല്ലെങ്കിൽ ആൻഡോ ആൻ്റണി എന്നുള്ള രീതിയിൽ അവർ പാർട്ടി പോകുന്നത്. ഈ സണ്ണി ജോസഫിനെ ഒന്നും ആരും അറിയത്തില്ലെന്ന്. സണ്ണി ജോസഫിൻ്റെ MLA ആണ്. ആ ഇരിക്കൂർ അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ആൻഡോ ആൻ്റണി പത്തനംതിട്ടയും കൊണ്ട് അവസാനിക്കുകയാണ്. ആരറിയ ഇവരെ? സുധാകരൻ അങ്ങനെയായിരുന്നു. സുധാകരൻ ഒന്നാം തരം ഒരു തീപ്പൊരിയല്ലായിരുന്നു. സുധാകരൻ സെമി കേഡർ പാർട്ടിയാക്കി മാറ്റും. ഇപ്പം ഇവിടെ പറഞ്ഞില്ലയോ, ഇത് മറ്റു പല പാർട്ടികളിലും മാറിയതുപോലെ കോൺഗ്രസ് എന്തുകൊണ്ട് മാറിയില്ല? അങ്ങനെ മാറ്റാൻ വന്ന ആളാണ് സുധാകരൻ. ആ സുധാകരനെയാണ് ഇപ്പം ഈ കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് പോരാളികളെല്ലാം കൂടെ ചേർന്ന് മടക്കിക്കൂട്ടി ചവിട്ടിക്കൂട്ടി പിന്നെ തിരിച്ചയക്കാൻ നോക്കുന്നത്. സുധാകരന് അനാരോഗ്യമാണ്. സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, അനാരോഗ്യമാണെങ്കിൽ അതിന് ചികിത്സിക്കുന്നുണ്ട്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന മുതുമുത്തച്ഛനെ എടുത്തെന്തിനാണ് അവിടെ വച്ചിരിക്കുന്നത്? അയാൾക്ക് ഓർമ്മയുണ്ടോ? അയാൾ പിന്നെ അവിടെ സോണിയാമ്മച്ചിയുടെ കുശിനിപ്പണിക്കാരനാണ്. അതിനപ്പുറം എന്താണ്? അന്ന് പിന്നെ എതിരെ മത്സരിച്ചത് ആരാണ്? ശശി തരൂരല്ലേ. ശശി തരൂരിനെ പോലുള്ള ഒരാളെ എന്തുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയില്ല? എടുക്കത്തില്ല. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന കുടുംബത്തിനകത്ത് നിൽക്കേണ്ടതാണ്. ഖാർഗെ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നിന്നോളും. ആടിക്കളിയട കുഞ്ഞിരാമ, ചാടിക്കളിയട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കും. തരൂരിനെ അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ നോക്കിക്കേ, ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മറ്റു വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പും കൂടെ ആകുമ്പോൾ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് നല്ലൊരു പങ്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP-യുടെ ഭാഗത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനം കൂടി സുധാകരനിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഉള്ള വോട്ട് കൂടി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ നല്ല ക്ഷീണമായിരിക്കും. ക്രൈസ്തവ വിഭാഗത്തിന് തിരിച്ചു പിടിക്കാമെന്നുള്ള രീതിയിലാണ് സണ്ണി ജോസഫിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ആൻഡ്രോ ആൻ്റണിയോ ഇറക്കുന്നത്. അതും വേണ്ടത്ര രീതിയിൽ സക്സസ് ആകത്തില്ല. കാരണം ഇവരെ ഒന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനകത്ത് ഈ ക്രൈസ്തവ വിഭാഗവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന 2 നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് AK ആൻ്റണിയും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുമാണ്. AK ആൻ്റണി ഇപ്പോൾ അങ്ങനെ സജീവമായിട്ടൊന്നും അങ്ങനെ രംഗത്ത് നിൽക്കുന്നില്ല. ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്നങ്ങ് വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇനി അത്തരത്തിൽ വേറെ ഇവരല്ലാതെ വേറെ എത്രയോ പേരുണ്ട് കോൺഗ്രസിനകത്ത്. ഉചിതമായ ഒരു പേര് അല്ലല്ല, ഉചിതമായ പേരുകൾ പലതുമുണ്ട്. എനിക്കിതിനകത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ആര് വന്നാലും എന്താ, എനിക്കതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇവരെ കൊണ്ട് ഇനി കേരളം ഭരിക്കാനൊന്നും ഇവരെ കൊണ്ട് കൊള്ളത്തില്ല. ഇന്ത്യ ഭരിക്കാൻ ഇവരിനി ഇല്ല. ഇവിടെ ഇതില്ലാതാകുകയല്ലേ. ഇവർ നോക്കിക്കോ, 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF ഇല്ല, ചിതറിപ്പോകും. ഘടകകക്ഷികളൊക്കെ പല വഴി പോകും. ഇവർ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ലിസ്റ്റല്ലല്ലോ പ്രധാനം, ഹൈക്കമാൻഡുണ്ട്, ലീഗ് കൊടുക്കും അത് ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഇന്ദിരാഭവനിൽ മിക്കവാറും പൂട്ടിക്കെട്ടുന്ന ലക്ഷണമാണെല്ലാം കാണുന്നത്. അവർക്ക് പിന്നെ എല്ലാം അവസാനിപ്പിച്ച് പല വഴികളിലൂടെ പോകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.